ശബരിമല സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്ന SITക്ക് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. അതായത് സംരക്ഷിക്കേണ്ട ആളുകൾ സംഹാരകരായി മാറുന്നു, എന്നിട്ടും അതിനോട് കണ്ണടച്ച് നിൽക്കുന്ന നിലപാടെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഹൈക്കോടതി പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വമ്പൻ സ്രാവുകളെ ഒഴിവാക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡിന്റെ മുൻ മന്ത്രിമാർ, പിന്നെ ചില സിനിമാ താരങ്ങൾ, ഈ രീതിയിലേക്കല്ലേ ഹൈക്കോടതി ചൂണ്ടുവലക കാണിച്ചു കൊടുത്തത്? തീർച്ചയായിട്ടും. കാരണം നമ്മളിതിനകത്ത് ആര് പറഞ്ഞാലും ഞങ്ങൾ ഈ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കൊള്ളസംഘം കാണിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കൊള്ളസംഘത്തിന് അത്രയ്ക്ക് ആത്മവിശ്വാസം, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ പ്രഗത്ഭരാണ് സിനിമ കൊള്ളസംഘം. നമ്മൾ ആദ്യമേ ഈ കോടതിക്കകത്ത് ഈ പരാതി എങ്ങനെ എത്തി എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. എത്തിച്ചേർന്നു, അതിനുശേഷം എത്തിച്ചേർന്നപ്പോൾ തന്നെ കോടതിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി. കോടതിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായെങ്കിലും കോടതിയായിട്ട് ഒരു കോഡുണ്ടല്ലോ, ആ കോഡനുസരിച്ച് കോടതി ആദ്യം കേസെടുത്തപ്പോഴേ പറഞ്ഞത് ഇന്ന ആളുകളെ ഇതിനകത്ത് ഈ കേസിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഇന്ന ആളുകളെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളവരെ അന്വേഷിച്ചു, അവരെല്ലാം അകത്തുപോയി. ഇന്ന ആളുകളെ അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നതിനകത്ത് ഇപ്പൊ അകത്ത് പോകാത്തത് മേൽശാന്തിയും തന്ത്രിയേ ഉള്ളൂ. അതെന്താണെന്നുള്ള കാര്യം നാളെ നമുക്ക് അറിയത്തില്ല, നാളെ കാലത്ത് നമുക്ക് നോക്കാം. ഇന്ന് ഗോവർദ്ധനെ പിടിച്ചതുപോലും അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മുതലാളിയെ പിടിച്ചതുപോലെയൊക്കെ വരുമെന്ന് വിചാരിച്ച് നമുക്ക് ഇരിക്കാം. പക്ഷെ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഈ കോടതി ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആദ്യം തൊട്ടേ അവസാനം തൊട്ടേ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചിരിക്കുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സംഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. കടൽ കടന്നിട്ടുണ്ട്, കോടാനുകോടിയുടെ ആയിരക്കണക്കിന് കോടിയുടെ ബിസിനസ് നടന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഗൂഢാലോചന അല്ല ഇതിനകത്ത് നടന്നേക്കുന്നത്. അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് ഓക്കെ ഗൂഢാലോചന നടന്നു, ആരാ? പപ്പൻ്റെ അവിടെ കൊണ്ട് കെട്ടിയിട്ടേക്കുക. അതിനുശേഷം ഒരടി മുന്നോട്ട് നീങ്ങുന്നില്ല. ഇന്നലെ ഹൈക്കോടതിയുടെ ഈ ഒരു ഡയറക്ഷൻസിന് ശേഷം എല്ലാം നമ്മൾ പറയത്തില്ലേ, ഒരനക്കം അല്ലെങ്കിൽ ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ ഒരു ജ്വല്ലറി ഉടമയും അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ആളിനെയും കർഷക നേരത്തെ. അപ്പം നമ്മൾ വിചാരിക്കും വലിയ വലിപ്പത്തിൽ ഇതിൻ്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക, വലിയ രീതിയിലുള്ള അന്വേഷണമാണ് എന്നുള്ള രീതിയിലേക്ക് വിചാരിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലോ. വേറെ ഒന്നും വേണ്ട. ആർക്കാ പപ്പൻ ചോദിക്കുന്നത്? നമ്മൾ എത്ര പപ്പൻ കള്ളനാണെങ്കിലും കൊള്ളക്കാനാണെന്ന് പറഞ്ഞാലും പപ്പൻ ചോദിക്കുന്ന 1-2-3 ചോദ്യം ന്യായമല്ലേ? ഞാൻ ചെയ്തു, ഞാൻ തിരുത്തി. അയാൾ പറയുന്നുണ്ട് ഞാൻ തിരുത്തി. നിങ്ങൾ ഒരു കാര്യം ഇതിനകത്ത് ഈ വിഷയത്തിനകത്തല്ല, ഈ നിങ്ങൾ പ്രതിയാക്കിയേക്കുന്ന എന്നെ പ്രതിയാക്കിയല്ലോ, ഞാൻ ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഞാനാണ് ഇതെല്ലാം ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ 2007 തൊട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ട്. അയാൾ എന്തിനവിടെ നിൽക്കുന്നു? അയാൾ എന്തെല്ലാം ബിസിനസ് അവിടെ ചെയ്യുന്നു? ഈ അയാളുടെ പുറകിൽ ആരാണ്? അതെന്താ നിങ്ങൾ അന്വേഷിക്കാതെ? അപ്പം അന്ന് ഞാനായിരുന്നു അല്ലല്ലോ, ഞാൻ 2018 തൊട്ട് 19 വരെ ആണല്ലോ. അതിന് മുമ്പ് ഇയാൾ നടത്തിയ കാര്യങ്ങൾ നിങ്ങൾ ഒരു വിഷയത്തിലല്ലല്ലോ. ഒരു വല്ലാത്ത ഒരു ഗൂഢസംഘത്തെയും അല്ലെങ്കിൽ നിഗൂഢ സംഘത്തെയും അല്ലെങ്കിൽ ഗൂഢാലോചനയൊക്കെ അന്വേഷിക്കണമെങ്കിൽ അതെല്ലാം അന്വേഷിക്കണ്ടേ? അന്നും മന്ത്രി ഉണ്ടല്ലോ, ഈ തന്ത്രിയും ഉണ്ടല്ലോ, വേറെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ടല്ലോ. അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. അയാൾ അന്നോട്ടേ അവിടെ കൊള്ള നടത്തുക ആ കാലയളവ്. എന്നിട്ട് അയാൾ വേറെ എടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറയുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ശബരിമലയ്ക്ക് പുറത്തു പോകണ്ടാത്ത സാധനം പുറത്തു പോയെന്നല്ലേ പറഞ്ഞത്? ഈ കൊടിമരത്തിന്റെ കാലയളവിൽ ഇതുപോലെല്ലാം പോയില്ലേ? പുറത്തു പോയില്ല. 18-ാം പടിയുടെ കാലത്ത് ഇതുപോലെല്ലാം പുറത്തു പോയില്ല. ഞാനായിരുന്നു അതിനകത്ത്. അത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അത് അതിന് ഉദാഹരണമല്ലേ തന്ത്രി ഈ വാജിവാഹനം കൊണ്ട് ഓടിയത്. വാജിവാഹനം എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നല്ലോ. അപ്പം ഇതിനകത്ത് പിന്നെ വേറെ വലിയ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ഒരാളുടെ CPM പുറത്ത് മാത്രമായപ്പം സോണിയാഗാന്ധിയുടെ വീടിൻ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, എന്തോ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധി എടുത്തില്ല കാര്യം അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് റൈറ്റില്ല സോണിയാഗാന്ധി എടുത്തില്ല? മാത്രമല്ല പോട്ടെ, അതിലെ കൂടെ സോണിയാഗാന്ധി പോയപ്പോൾ പുറകെ നിന്ന് ഓടിപ്പോയൊരു ഫോട്ടോ എടുത്തിയാന്ന് പറയും. ഭാര്യ എങ്ങനെ വന്നേ? കൈ ചേട്ടിട്ട്. മാത്രമല്ല അടൂർ പ്രകാശിന്റെ കൂടെ വന്നില്ലേ UDF കൺവീനർ. മാത്രമല്ല KPC പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ പുറമെ ശുപാർശ ചെയ്ത ആളാണെന്നല്ലോ പത്തനംതിട്ടയിലെ MP ആന്റണി. അയാളുടെ കൂടെ നിന്നില്ലേ? അപ്പൊ കോൺഗ്രസിന് ബന്ധമുണ്ടോ? മാത്രമല്ല നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ ഈ BJP ഇതിനകത്ത് വലിയ വിഷയമൊന്നും ഇപ്പം എടുക്കുന്നില്ലല്ലോ. അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സുരേഷ് ഗോപിക്ക് ഇതൊന്നും വേണ്ടാത്ത മനുഷ്യൻ. നമ്മളെപ്പുറം പറയും. അയാൾ എപ്പോഴും പറയുന്നുണ്ട് വരട്ടെ, ഞാൻ പിന്നെ സംസാരിക്കും. എന്നാലും ഇതിനകത്ത് മറ്റേ രാജീവ് ചന്ദ്രശേഖരനുള്ള. അപ്പൊ ഇതിനകത്ത് കോടതി ഇപ്പൊ ഹൈക്കോടതി പറയുന്നത് ഇത് എന്തുകൂടെ ഞങ്ങൾ കാണിക്കുന്നേ? ഇതെന്തൊരു മര്യാദകളാണ് കാണിക്കുന്നത്? ഇതിനകത്ത് ആരെയും പിടിക്കാതെ ഈ കേസ് അന്വേഷിച്ച് ഞങ്ങൾ തീർക്കുന്നതിന് വേണ്ടി തന്ത്രി ഇല്ല ഇതിനകത്ത്. തന്ത്രി ഉണ്ട്. എൻ്റെ സിനു തന്ത്രി പറഞ്ഞു ഞാൻ പ്രതിയാന്ന്.
തന്ത്രി പറഞ്ഞു, ആ ഒരു തന്ത്രി പറഞ്ഞു, മറ്റേ മോനും പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഒപ്പിട്ടെന്ന് പറഞ്ഞ പ്രതിയല്ലേ? അതെ, അയാൾക്ക് അറിയാൻ മേത്ത കാര്യമാണ്. അപ്പൊ ഇത് തന്നെയല്ലേ പത്മകുമാർ ആദ്യമേ പറഞ്ഞ ദൈവതുല്യരായ ചില ആളുകൾ എന്താണ് അന്വേഷണം അവരിലേക്ക് പോകത്തെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കണേ. പിന്നെ മാത്രമല്ല മറ്റ് 2 അംഗങ്ങളുണ്ട്. ഇപ്പൊ ഒരു ശങ്കർദാസ് അല്ലെ, എൻ വിജയകുമാർ, ഇവർ 2ലേക്കും അന്വേഷണം പോകുന്നില്ല. ഇവരും ഇതിന്റെ ഭാഗം തന്നെയല്ലേ. ഇതാണ് പത്മകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചെയ്തെങ്കിൽ എന്റെ കൂടെ ഉള്ളവരിലേക്ക് എന്താ അന്വേഷണം പോകത്തെ. ഇനി മാത്രമല്ല ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ഓടി നടന്നിട്ട് പറയാണ് എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ വരുന്നു, എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആരോപണം വരുന്നു, അതൊക്കെ നീക്കം ചെയ്യണം. നമ്മുടെ തലയിൽ കോഴിയുടെ കോഴിയെ മോട്ടിച്ചതിന്റെ തല രോമം പൂളായിരിക്കുന്നു, ഇങ്ങനെ തടയും. ഇപ്പൊ ഇയാള് ഇതിനകത്തെല്ലാം ഏതാണ്ട് ചവിട്ടി പിടിച്ചല്ലേ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആരൊക്കെ വരുതിയിലാക്കിയതിന്റെ ഉദ്ദേശത്തിലായിരിക്കുമല്ലോ ഈ സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു പ്രധാനപ്പെട്ട നടന്റെ റോഡ് വന്നില്ലേ? അയാളുടെ വീട്ടിൽ കയറിയ കെയർ ഓഫ് മാത്രമേ അറസ്റ്റ് അറിയോ? ഞാൻ ഈ തന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ, തന്ത്രി ഈ പറഞ്ഞതുപോലെ ഞാൻ ഒപ്പിട്ടു എന്ന് പറയുമ്പോഴും ഞാൻ ഈ ഗോവർദ്ധന്റെ അവിടെ പോയി പൂജ നടത്തി, ഇവർക്കൊക്കെ എന്താ ഇവിടെ ബന്ധം? ശബരിമല വരുന്ന ബന്ധമുള്ളെന്നാ പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം വളരെ വ്യക്തത വരുത്തി പറഞ്ഞില്ലേ, ഈ പോറ്റി എന്ന് പറയുന്നതിനകത്ത് അവിടെ സ്പോൺസറിങ് കമ്മിറ്റി എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാ സ്പോൺസർമാരും വരുമ്പോൾ തന്ത്രിക്ക് ഡയറക്റ്റ് സ്പോൺസർമാരെ ഇടനില നിന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആൾ ഈ പോറ്റിയ. എന്തിനാ സ്പോൺസർമാരെ തന്ത്രിക്ക് ആവശ്യം? തന്ത്രിക്ക് അവിടുത്തെ പൂജയും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്ക് അവിടെ സ്പോൺസർ വരുവോ, സ്വർണം പൂശുവോ, വെള്ളി പൂശുവോ, അതിനകത്ത് താന്ത്രികമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് സംസാരിച്ചു. അപ്പൊ തന്ത്രി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കക്ഷിയല്ലേ. അപ്പം ഇതിനകത്ത് കടൽ കടന്നിട്ടില്ലെങ്കിൽ സോണിയാഗാന്ധി ഇതിനകത്ത് വരത്തില്ലല്ലോ. ഇന്നലെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല വന്നില്ലേ, വ്യവസായം കൊണ്ട് പോയി പറഞ്ഞില്ലേ 500 കോടി രൂപയുടെ സംഭവം നടന്നിട്ടുണ്ടെന്ന്. എന്നിട്ടും വ്യക്തത വരുന്നില്ല എന്തുകൊണ്ട് ഇലക്ഷന് മുമ്പ് രമേശ് ചെന്നിത്തല അടുത്ത് ഈ വിഷയം പറയാൻ കോൺഗ്രസ് അനുവദിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ പറഞ്ഞല്ലേ പോറ്റിയെ കേറ്റിയെ എന്ന് വെച്ചിട്ടോ ഇപ്പം പടം വന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ പാട്ട് വന്നതാണ്, അലയടിച്ചാണ് ജനം വോട്ട് ചെയ്തത്. എന്നാൽ പിന്നെ ഇലക്ഷന് മുമ്പ് ഈ പറയുന്നതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാരില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ പുറകിൽ 500 കോടിയുടെ ഇടപാടുണ്ടെന്ന് പറയുമ്പോൾ, വ്യവസായ കൊണ്ടിരുത്തി വ്യക്തത വരുത്തി പറയുമ്പോൾ, SI സംഘത്തിന് മൊഴി കൊടുക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുമ്പോൾ, അത് ഇലക്ഷൻ കഴിഞ്ഞ് മതിയെന്ന് കോൺഗ്രസ് ഇടപെട്ട് മാറ്റണമെങ്കിൽ അതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഉണ്ടായിട്ടല്ലേ അത്തരത്തിലൊരു നീക്കം നടന്നത്. അപ്പൊ ഇതൊരു വലിയ കൊള്ള സംഘമാണ്. കടൽ കടന്നിട്ടുണ്ട്, പിടിക്കാൻ പറ്റാത്ത, പിടിമുറ്റാത്ത, ഈ പറഞ്ഞ പോലെ CBI വന്നാലും അത്യാവശ്യം പിടി കിട്ടുമോന്ന് അറിയത്തില്ല, ഈ ED വന്നാലും അത്യാവശ്യം പിടി കിട്ടുമോന്ന് അറിയാത്ത രീതിയിലേക്കുള്ള ഒരു സാധനമാണ്. കോടതിയൊക്കെ ഇടപെട്ടിട്ടും ആരിടപെട്ടിട്ടും ഈ പറയുന്നതിനകത്ത് വേണ്ട വിധത്തിലൊരു അന്വേഷണം നടക്കുന്നില്ല. ഇതിനകത്ത് വേണ്ട വിധത്തിൽ ഉള്ള അന്വേഷണം നടക്കുന്നത് ആർക്ക് വേണ്ട വിധത്തിലാണെന്ന് സുനുവിന് മനസ്സിലാവുന്നുണ്ട്, സാധാരണക്കാരന് മനസ്സിലായിട്ടുണ്ടായിക്കോട്ടെ. ഈ കൊള്ള സംഘത്തിന് വേണ്ട വിധത്തിൽ അന്വേഷണം നടക്കുന്നത്. അതെ, പ്രധാനപ്പെട്ട പോയിന്റ് കൊള്ള സംഘത്തിന് വേണ്ട. അറിയോ, ഈ SIT എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് രൂപീകരിക്കുന്നത് കേരള പോലീസിന്റെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ കേരള സർക്കാരാണ്. പക്ഷേ ഇപ്പൊ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്. ഇപ്പൊ ഹൈക്കോടതിയിൽ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നാളെ ഈ കേസൊക്കെ തീരും, ഹൈക്കോടതി വേറെ കാര്യങ്ങളിലേക്ക് പോകും. ഈ SI ടീമിന്റെ ഉദ്യോഗസ്ഥരെല്ലാം കേരള സർക്കാർ. അതായത് ഈ പിണറായി സർക്കാർ ഇപ്പൊ പറയുന്നത് കേട്ടില്ലെങ്കിൽ നാളെ വമ്പം പണി എനിക്കും കിട്ടും. അതുകൊണ്ട് ഇവരുടെ അന്വേഷണം നീങ്ങുന്നു. അന്വേഷണം നീങ്ങിയിട്ട് ഇപ്പൊ ഈ പറയുന്ന ചെന്നൈയിലെ ബാംഗ്ലൂരിലെ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് 400 ഗ്രാം സ്വർണം ഈ ഉരുക്കിയെടുത്തു. ഞാനിത് എടുത്തു ഇന്നലെ അറസ്റ്റ് ചെയ്തൊരു സംഭവിച്ചല്ലോ. അന്വേഷണം അവിടെ കൊണ്ട് തീരണം. 400 ഗ്രാം സ്വർണം. അപ്പോ ആ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണപ്പാളികൾ കടൽ കടന്നു എന്ന് പറയുന്ന അന്വേഷണത്തിലേക്ക് പോകരുത്. അങ്ങനെയാണെങ്കിൽ രാജ്യാന്തര റാക്കറ്റിന്റെ കാര്യം അന്വേഷണ പരിധിയിൽ വരും. ഈ നടൻ വരും, പഴയ ദേവസ്വം മന്ത്രി വരും. ഈ LDFന്റെ കാലത്ത് ദേവസ്വം മന്ത്രി അല്ല, UDFന്റെ കാലത്ത് ഒരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു. ആ ദേവസ്വം മന്ത്രിയുടെ ഒരു ബന്ധു അന്ന് ദേവസ്വം ബോർഡിലെ നിർണായക പൊസിഷനിലിരുന്നു. പൊസിഷനല്ല, വളരെ വലിയ അഴിമതിക്കാരൻ, വളരെ വലിയ അഴിമതി. അത് അന്ന് റിപ്പോർട്ട് ചെയ്താണ്, അതും ചവിട്ടി പിടിച്ചാണ്, അറിയാലോ. അതെ അതെ. അപ്പം ഇതിനകത്ത് 2 കോടതി പറയേണ്ടി വരും. ഈ പറഞ്ഞ പോലെ ഈ ഹൈക്കോടതി ചിലപ്പോൾ നാളെ കാലത്ത് ഈ ഹൈക്കോടതി ഇതുവരെ ജഡ്ജിമാർക്ക് താല്പര്യം അല്ലെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാവുമ്പോൾ സഹിക്കാൻ വയ്യാതെ കോടതി നേരത്തെ ലിസ്റ്റ് ഇട്ട് കൊടുത്തതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു, മൂരി ബാബു, അല്ലെങ്കിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനിയും പറയേണ്ടി വരും, ലിസ്റ്റ് ചെയ്ത് വേണ്ടി വരും. മുൻ മന്ത്രിമാർ അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള മന്ത്രിമാർ, ഇനി ഇപ്പൊ വേറെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ജയറാം, തന്ത്രി, ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പറയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഹൈക്കോടതി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്നത് തന്നെ ആയിരിക്കും ജനത്തിന് അല്ലെങ്കിൽ നീതി ലഭിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിന് നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.